എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ തോറ്റാൽ ഒരു വർഷം പ്രിയ വിദ്യാർത്ഥിനികൾക്ക് നഷ്ടമാകും എന്നുള്ളത് ഉറപ്പാണ്. 2019 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഇനി അവസരം ലഭിക്കുമോ? 6ാം സെമസ്റ്റർ പരീക്ഷാഫലം ഉടൻ പ്രസിദ്ധീകരിക്കും. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായി ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനിയുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളുടെ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നലെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ കഴിഞ്ഞു. ഏപ്രിൽ മാസം 28 മുതൽ 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ വാല്യുവേഷൻ ക്യാമ്പ് ആരംഭിക്കും. 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ തോറ്റാൽ ഒരു വർഷം നഷ്ടമാകുമോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയമാണ്. ഷുവറാണ്, നഷ്ടമാകുമെന്നുള്ളത് ഉറപ്പാണ്. 6ാം സെമസ്റ്റർ എക്സാം തോറ്റാൽ ഒരു വർഷം നഷ്ടമാകും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. കാരണം നിങ്ങൾക്ക് ഈ 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയിൽ സപ്ലി ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജൂനിയേഴ്സിനൊപ്പം മാത്രമേ എഴുതാൻ സാധിക്കുകയുള്ളൂ. അതായത് ഇപ്പോൾ നിങ്ങൾ 6ാം സെമസ്റ്റർ എഴുതുമ്പോൾ നിങ്ങളുടെ കോളേജിൽ 4th സെമസ്റ്റർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ടാകും, നിങ്ങളുടെ ജൂനിയേഴ്സ്. അവർ 6ാം സെമസ്റ്റർ എത്തുമ്പോൾ മാത്രം, ചുരുക്കി പറഞ്ഞാൽ അടുത്ത വർഷം മാത്രമേ നിങ്ങളുടെ ജൂനിയേഴ്സിനൊപ്പം മാത്രമേ നിങ്ങൾക്ക് 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾ എഴുതാൻ സാധിക്കുകയുള്ളൂ. തോറ്റാൽ ഒരു വർഷം നിങ്ങൾക്ക് നഷ്ടമാകുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പല വീഡിയോകൾ ചെയ്യുമ്പോഴും വിദ്യാർത്ഥികളോട് പറയാറുള്ള കാര്യം എന്താണ്, 6ാം സെമസ്റ്ററിൽ സപ്ലി ഇല്ലാതെ നോക്കുക. 5 സെമസ്റ്റർ പരീക്ഷകളും വിജയകരമായി പൂർത്തീകരിക്കുകയും 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയിൽ സപ്ലി വരികയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വർഷം നഷ്ടമാകുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. 2019 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഇനി അവസരം ലഭിക്കുമോ? അവസരം ലഭിക്കാനുള്ള സാധ്യതകളില്ല. കാരണം ഈ 2019 അഡ്മിഷൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ 2025 കൂടി നിങ്ങളുടെ വാലിഡിറ്റി പീരീഡ് അവസാനിക്കുകയാണ്. പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ നിങ്ങളുടെ വാലിഡിറ്റി പീരീഡ് അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുന്ന 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയും അതുപോലെ തന്നെ സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷകളും മാത്രമേ എഴുതാൻ സാധിക്കുകയുള്ളൂ. അതിന് നിങ്ങൾ എത്ര നാൾ വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് കൃത്യമായി പറയാൻ സാധിക്കില്ല. കാരണം 2018 അഡ്മിഷൻ വിദ്യാർത്ഥികളൊക്കെ ഇപ്പോൾ വെയിറ്റിംഗ് ആണ്. അപ്പം എത്ര നാൾ വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ ഓരോ വീഡിയോകൾ ചെയ്യുമ്പോഴും പറയാറുണ്ടായിരുന്നു, 2019 അഡ്മിഷൻ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ഏതെങ്കിലും സെമസ്റ്ററിൽ സപ്ലി ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇത് ക്ലിയർ ചെയ്ത് പോവുക. എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് പഠിച്ചിട്ടായാലും ജയിക്കുക തന്നെ വേണം. കാരണം ഇനിയും നിങ്ങൾക്ക് സപ്ലി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് എത്ര നാളെ കാത്തിരിക്കേണ്ടി വരുമെന്നുള്ളത് വ്യക്തതയില്ല എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിക്കാം. പിന്നെ എന്തുകൊണ്ടാണ് 2019 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ അവസരം നഷ്ടപ്പെട്ടത്? അത് മറ്റ് വിദ്യാർത്ഥികൾ ഇപ്പം ഈ 6ാം സെമസ്റ്ററുമായി ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ 2022, 21 പല അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ, 20 അഡ്മിഷൻ വിദ്യാർത്ഥികളൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടാകും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു വിദ്യാർത്ഥി ഏതൊരു വർഷമാണോ ഡിഗ്രിയിൽ പ്രവേശനം നേടുന്നത് ആ വർഷം മുതൽ 5 to 6 വർഷം വരെയാണ് ആ വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയുടെ വാലിഡിറ്റി പീരീഡായിട്ട് കണക്കാക്കുക. ഞാൻ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ 2024 FAUGP പ്രവേശനത്തിൽ ഒരു വിദ്യാർത്ഥി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു, ആ വിദ്യാർത്ഥിയുടെ ക്ലാസ്സുകൾ ആരംഭിച്ചു. 2024 പ്രവേശനം നേടിയ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് 2029 അല്ലെങ്കിൽ 2030 അതാണ് ആ വിദ്യാർത്ഥിയുടെ വാലിഡിറ്റി പീരീഡായിട്ട് കണക്കാക്കപ്പെടുന്നത്. അത് കഴിഞ്ഞാലും ആ വിദ്യാർത്ഥിക്ക് പരീക്ഷ എഴുതാൻ പറ്റും. പിന്നെ എന്ത് പരീക്ഷ എഴുതാൻ പറ്റും? യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുന്ന 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയും സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷയും. ആ കണക്കിന് നോക്കുമ്പോൾ 2019 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് കൂട്ടിയാൽ മനസ്സിലാകും, 2025 ആകുമ്പോൾ നിങ്ങളുടെ 6 വർഷം വാലിഡിറ്റി പീരീഡ് അവസാനിക്കുകയാണ് എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കുമോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കും. പക്ഷേ റിസൾട്ട് ഏപ്രിൽ മാസം 28 മുതൽ വാല്യുവേഷൻ ആരംഭിക്കും. ഒരു മെയ് പകുതിയോട് അല്ലെങ്കിൽ മെയ് അവസാനത്തോടു കൂടി തന്നെ, മെയ് അവസാനമൊന്നും പോകാനുള്ള സാധ്യതകൾ വളരെ പരിതാപകരമാണ്. മെയ് പകുതിയോട് കൂടി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാം. അതിന് കാരണമായിട്ട് വന്ന 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ, നിങ്ങളുടെ ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാനുള്ള അവസാന സെമസ്റ്റർ പരീക്ഷയാണ്. ഈ സെമസ്റ്ററും കൂടി കംപ്ലീറ്റ് ആകുന്ന പക്ഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങളുടെ ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ആകുകയാണ്. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഫർദർ സ്റ്റഡീസ്, ഹയർ സ്റ്റഡീസ്, ജോലി,
മറ്റാവശ്യങ്ങൾക്കും ഒക്കെ പോകേണ്ട വിദ്യാർത്ഥികളായതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിസൾട്ട് വരാൻ വൈകിക്കാനായിട്ട് യൂണിവേഴ്സിറ്റിക്ക് പറ്റില്ല. മോസ്റ്റ് പ്രോബബ്ലി പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട റിസൾട്ടാണ് 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ റിസൾട്ട്. അതുകൊണ്ട് തന്നെ ആ റിസൾട്ട് വളരെ പെട്ടെന്ന് തന്നെ വിദ്യാർത്ഥികൾക്ക് പുറത്തുവിടും. കാരണം ഇപ്പോൾ കേരള സർവകലാശാലയൊക്കെ PGയുമായി ബന്ധപ്പെട്ടുള്ള അഡ്മിഷനുമായി മുന്നോട്ട് പോവുകയാണ്. ഇനി ജൂൺ ആകുമ്പോൾ മറ്റ് കേരളത്തിലെ കണ്ണൂർ സർവകലാശാല, പിന്നെ ഈ കാലിക്കറ്റ് സർവകലാശാല, MG സർവകലാശാല, കേരള സർവകലാശാലയൊക്കെ PG പോലുള്ള അഡ്മിഷനൊക്കെ ആരംഭിക്കും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കേണ്ടത് ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ റിസൾട്ട് വൈകും എന്ന് കരുതി വിദ്യാർത്ഥികൾ ഇരിക്കേണ്ട. റിസൾട്ട് വേഗം തന്നെ പ്രസിദ്ധീകരിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞു, ഫർദർ സ്റ്റഡീസ്, അഡ്മിഷൻ. ഇനി നിങ്ങൾക്കൊരു കണ്ടിന്യൂഷൻ ഇല്ല. അപ്പോൾ 2ാം സെമസ്റ്റർ കഴിയുന്നൊരു വിദ്യാർത്ഥി 3ാം സെമസ്റ്ററിലേക്കും, 4ാം സെമസ്റ്റർ കഴിയുന്നൊരു വിദ്യാർത്ഥി 5ാം സെമസ്റ്ററിലേക്കും പോകും. പക്ഷേ 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ കഴിയുന്നൊരു വിദ്യാർത്ഥി എന്ത് ചെയ്യുന്നില്ല, ഒരു 7ാം സെമസ്റ്ററിലേക്ക് പോകുന്നില്ല. ആ വിദ്യാർത്ഥിയുടെ ഡിഗ്രി പഠനം അവസാനിക്കുകയാണ്. അപ്പോൾ റിസൾട്ട് വരേണ്ടതും, പിന്നെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് PG പോലുള്ള അഡ്മിഷനും കാര്യങ്ങൾക്കൊക്കെ പോകേണ്ടത് കൊണ്ട് തന്നെ റിസൾട്ട് അനിവാര്യമാണ്. അപ്പോൾ എന്തായാലും റിസൾട്ട് വേഗം പ്രസിദ്ധീകരിക്കും. ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റ് ലഭിക്കുന്നവർക്ക് നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നവരെ മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് സ്കറിയ ഫോർ ദ കരിയർ അക്കാഡമി. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.